ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ. അപ്പോൾ 14-ാം ചിൽഡ്രൻസ് ഡേ വരാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മോൻ്റെ സ്കൂളിൽ ഒരു ചിൽഡ്രൻസ് ഡേ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവനെ ചാച്ചാജി ആക്കിയിട്ട് ഒരുക്കിയേക്കാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ ഒരു കോസ്റ്റ്യൂം? അപ്പോൾ ഈ ഒരു ഫ്ലവർ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ടെക്സ്റ്റൈൽസ് ഷോപ്പിൽ നിന്നൊക്കെ റെഡ് കളറിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവർ കിട്ടുമല്ലോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോസ് ഫ്ലവർ ആട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ചാച്ചാജിയുടെ ഫുൾ കോസ്റ്റ്യൂം. അപ്പോൾ ഒരു കോട്ടുണ്ട്, പിന്നെ ഒരു വൈറ്റ് ജുബയും അതിൻ്റെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു പാൻസ് ആണുള്ളത്. പിന്നെ ഒരു ക്യാപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യാപ്പ് ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ വയ്ക്കാനായിട്ട് മറന്നു പോയതാണ്. അപ്പോൾ ഒരു ക്യാപ്പും കൂടി ഉണ്ടെങ്കിലാണല്ലോ നമ്മുടെ ചാച്ചാജി കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ. ഈ ഒരു കോസ്റ്റ്യൂമിൽ എൻ്റെ മോൻ എങ്ങനെയുണ്ടെന്ന് കൂടി ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് അവൻ ഫാൻസി ഡ്രസ്സിൽ പറയുന്ന ഡയലോഗും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഹിന്ദിയിലാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക് അത് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ ആ ഒരു ഹിന്ദിയിലുള്ള ഡയലോഗ് പറഞ്ഞത് എങ്ങനെയുണ്ടെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ചെറിയൊരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒരു പൗഡർ ആട്ടം മോനിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്ല വലിയ ഒരു മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഓൾറെഡി ആൾ പാൻസ് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു വൈറ്റ് ജുബ്ബ ആൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസുള്ള ടൈപ്പ് ജുബ്ബയാണ് കേട്ടോ ഇത്. അവനേക്കാളും കുറച്ച് സൈസ് കൂടുതലുള്ള ഒരു ജുബ്ബയാണ്. പക്ഷേ എങ്കിലും ആൾ ഇട്ടിട്ട് ആൾക്ക് ഓക്കെ ആണ് കേട്ടോ. ജുബ്ബ മാത്രമല്ല, അതിൻ്റെ മുകളിലൊരു ചെറിയ കോട്ട് കൂടി വരുന്നുണ്ട്. ഈ ഒരു ജുബ്ബയുടെ മേളിൽ ആ ഒരു കോട്ടും കൂടി വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു കോസ്റ്റ്യൂം നല്ല പെർഫെക്റ്റ് ആണത്. അപ്പോൾ കറക്റ്റ് ഒരു ഫിറ്റ് ആയ പോലെ തന്നെ തോന്നും. കോട്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. ഈ ഒരു ജുബ്ബ ഒന്നും ഒട്ടും കട്ടിയില്ലാത്തൊരു മെറ്റീരിയലാണ്. അപ്പോൾ മോനിക്ക് ആ ഒരു കൈ അങ്ങനെ ലൂസായിട്ട് കിടന്നിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പൊതുവെ ആൾക്ക് സ്ലീവ് ഫോൾഡ് ചെയ്ത് വെക്കണ കാര്യത്തിലാണ് ഏറ്റവും പ്രശ്നം വരാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് അതങ്ങനെ കിടന്നപ്പോൾ ഒരു ഇഷ്ടമായില്ല. പിന്നെ ഈ ഒരു കോട്ടിട്ട് അത് ആ ഒരു കറക്റ്റ് ഫിറ്റിംഗ് അയക്കാനിപ്പോൾ ആൾക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ വേറെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ പിണക്കോ ഒന്നും ഉണ്ടായില്ല കേട്ടോ. ആൾ പിന്നെ നല്ല കംഫർട്ടായി. അപ്പോൾ നമുക്ക് ഈ ഒരു ചിൽഡ്രൻസ് ഡേക്ക് ചാച്ചാജി ആക്കുന്ന കേട്ടോ ഏറ്റവും എളുപ്പം. അതാകുമ്പോൾ ഈ ഒരു കോസ്റ്റ്യൂം മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കൃതാവിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പൗഡർ യൂസ് ചെയ്തിട്ട് ചെറിയൊരു നിറയൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ക്രീം തേച്ചിട്ട് ജസ്റ്റ് ഒരു പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കോസ്റ്റ്യൂം പിന്നെ മുടി ഇതൊന്ന് ഈരി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ നെഹ്റുവിൻ്റെ തൊപ്പി വയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു തൊപ്പി ഉണ്ടെങ്കിലാണ് ചാച്ചാജി കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു തൊപ്പി കറക്റ്റ് ചെയ്ത് വച്ചെടുക്കണം കേട്ടോ. ആൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ക്യാമറയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ നോക്കുന്നില്ല കേട്ടോ ആൾ. അപ്പോൾ ഞാൻ തിരിച്ച് നിർത്തിയിട്ട് ഏത് ഭാഗമാണ് ആൾക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് അതനുസരിച്ചിട്ട് ക്യാപ്പ് വച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റോസ് ഫ്ലവർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു റോസ് ഫ്ലവർ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ ഒരു ചിൽഡ്രൻസ് ഡേക്ക് നിങ്ങളുടെ കുട്ടികൾ ആരായിട്ടാണ് ഫാൻസി ഡ്രസ്സിന് റോൾ പ്ലേ ചെയ്യുന്നത് എന്നൊന്നും പറയണം കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ചാച്ചാജി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ഷൂവും കൂടി ഇടാൻ കേട്ടോ. ഇത് അവരുടെ സ്കൂളിലെ യൂണിഫോമിൻ്റെ ഷൂ ആണ്. ഞാൻ ഗൂഗിളിൽ ചാച്ചാജിയുടെ ഷൂ നോക്കിയപ്പോൾ ഒരു ഫോട്ടോയിൽ ഇതേപോലെ ഒരു ബ്ലാക്ക് കളർ കണ്ടിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ സ്കൂളിലെ യൂണിഫോം ഷൂ തന്നെ ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതാണ് മോനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞ് തന്നെ നമ്മുടെ ചാച്ചാജിയുടെ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആളെ കൊണ്ട് ഞാൻ ആ ഒരു ഫാൻസി ഡ്രസ്സിന് പഠിപ്പിച്ചിട്ടുള്ള ഡയലോഗും കൂടി ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് കേട്ട് നോക്കൂ കേട്ടോ. ഹിന്ദിയിലാണ് ഈ ഒരു ഡയലോഗ് പറയുന്നത്. सभी को मैं नमस्कार। मैं जवाहरलाल नेहरू हूँ। मैं एक सुंदर सेनानी और भारत का पहला प्रधानमंत्री हूँ। मुझे बच्चे बहुत पसंद है। बच्चे मुझे प्यार से चाचा जी बुलाते हैं। मेरा जन्मदिन बाल के रूप में मनाया जाता है।
जय हिंद, जय भारत, महात्मा की जय हिंद. धन्यवाद. എങ്ങനെയുണ്ട് കൂട്ടുകാരെ എൻ്റെ മോൻ്റെ ഈ ഒരു ഡയലോഗ് പ്രസൻറ്റേഷൻ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളാണ്. അപ്പോൾ ആളെ കൊണ്ട് കുറച്ച് നടത്തിച്ചിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് നമസ്കാരം പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ നടന്ന് നടന്ന് നേരെ ഇങ്ങ് പോരും. അപ്പോൾ ഒരൊറ്റ വീഡിയോ എനിക്ക് മര്യാദക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഏകദേശം ഇതൊന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ച് നെഹ്റുവിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന ഫോട്ടോസ് ഇതൊക്കെ അവൻ അങ്കണവാടിയിൽ പഠിക്കുമ്പോൾ, അതായത് 3 വയസ്സ് പ്രായത്തിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവറും അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്പും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ക്യാപ്പ് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതും ഈ ഒരു ഫ്ലവർ ഓർഗാനിക് ക്ലോത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്.